കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് എല്ലാവർക്കും. കുറച്ച് ദിവസമായില്ലേ ഞാൻ വന്നിട്ടല്ലേ. എൻ്റെ അമ്മയ്ക്ക് പനിയായിപ്പോയി, സോഡിയൊക്കെ കുറഞ്ഞു പോയി. അങ്ങനെ അതിൻ്റെ പ്രശ്നത്തിലായിരുന്നു. മമ്മിക്കും പനി പിടിച്ചു, മൊത്തത്തിൽ അലങ്കോലമായിരുന്നു. അപ്പം ഞാൻ ഓർത്തു എന്നെ ഇടയ്ക്കൊന്ന് കൂട്ടുകാരെ വരണ്ടേ, കൂട്ടുകാരുടെ അടുത്ത്. അപ്പം എൻ്റെ കൂട്ടുകാർ പിണങ്ങി പോവില്ലേ, അത് കാരണം ഞാൻ വന്നു. അപ്പം ഞാൻ ഓർത്തു ഒരു സാമ്പാർ, ഇന്ന് ഇഡ്ഡലിയാണ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു താട്ടുമുട്ടൊരു സാമ്പാർ ഉണ്ടാക്കാമെന്നത്. അപ്പോൾ അതിൽ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ കൂട്ടുകാരെയും കൂടെ അത് കാണിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു സാമ്പാറല്ല, വലിയ കഷ്ണമൊന്നുമില്ല. അപ്പോൾ 2 ഉരുളക്കിഴങ്ങും ഒരു വെണ്ടയ്ക്ക് കുറച്ച് മുരിങ്ങാക്കോലും പരിപ്പും ഉള്ളി ഇത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ. അപ്പോൾ അത് വെന്തു. അപ്പോൾ അതിന് വേണ്ട ചേർക്കുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് പോയാലോ. കഷ്ണമൊക്കെ വെന്തോട്ടോ നന്നായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് മസാല വേണം. നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. എണ്ണ ചൂടായി നമുക്ക് കടുകിടാം. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാമ്പാർ കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പം നമ്മുടെ അടുത്തുള്ള സാധനം വെച്ച് എങ്ങനെയാണ്. എല്ലാവർക്കും സാമ്പാറൊക്കെ ഉണ്ടാക്കാനറിയാം. കുറച്ച് ഉലുവ, എൻ്റെ കൂട്ടുകാർക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം. എന്നാലും ഞാനെങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരണ്ടേ. എല്ലാം പൊട്ടി. ഇനി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചതച്ചിടാം. ഇഞ്ചിയൊക്കെ ഇടുന്ന വയറിന് നല്ലതല്ല. നമ്മൾ പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ ഇടുന്നില്ല. അപ്പം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ അത് നല്ലതാണ്. രണ്ടുമൂന്ന് പച്ചമുളക്, കുറച്ച് കരിവേപ്പില, നോക്കട്ടെ. ഇനി നമുക്ക് പൊടികൾ, സാമ്പാർ പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ. സാമ്പാർ പൊടി കുറച്ച്. തീ കുറച്ച് വെക്കണേ. റെഡിയായി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇടാം. നമ്മൾ സാമ്പാറിൽ അരപ്പ് ചേർത്ത് ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാമേ. അപ്പം സാമ്പാറിൽ ഇത് റെഡിയായി. ചാറൊക്കെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ചാറൊക്കെ ഇത്ര മതിയാണ്. നല്ല കൊഴുപ്പുണ്ട്, നല്ല ഇതാട്ടോ. നോക്കട്ടെ ഉപ്പുണ്ടോന്ന്. ലേശം ഉപ്പ് കുറവാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് സാമ്പാറാണിത്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി ഇടാം കേട്ടോ. സാമ്പാർ പൊടി ലേശം ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇടാം. എന്നാലല്ലേ സാമ്പാറാവുള്ളൂ. മല്ലിച്ചപ്പൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന സാമ്പാറല്ല. അപ്പോൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നെല്ലാം തീർന്നു. കിളുത്തതെല്ലാം പറിച്ച് തീർന്നു. ഇനിയിപ്പോൾ കിളുത്ത് വരണം. അത് കാരണം ഇനിയിപ്പോൾ ഇത് തിളക്കട്ടെ. അപ്പം തന്നെ നമുക്ക് ഇഡ്ഡലി എടുക്കാം. നമുക്ക് കുത്തിയെടുക്കാം. സാമ്പാർ റെഡിയാകുമ്പോൾ തന്നെ ഇഡ്ഡലി എടുക്കാം. സാധാരണ ചമ്മന്തിയും വേണം. നമുക്കിവിടെ ചമ്മന്തി വേണ്ട ഇവിടെ ആർക്കും. ഏതെങ്കിലും ഒന്ന് മതി. സാമ്പാർ ആണെങ്കിൽ അത് മതി, ഇല്ലേ ചമ്മന്തി, അങ്ങനെ ഏതെങ്കിലും ഒന്ന് മതി. പിന്നെ എല്ലാവർക്കും സുഖമായിരിക്കില്ലേ. അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെ ഒപ്പിക്കാൻ ഓർത്തു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വന്ന് ചൂട് തിളക്കട്ടെ. അപ്പം നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും, അടിപൊളി സാമ്പാർ, നല്ല ടേസ്റ്റ് കേട്ടോ. കഴിച്ച് കാണിക്കാം. നല്ല പൂ പോലത്തെ ഇഡ്ഡലി കേട്ടോ. നാക്കത്ത് ചരിഞ്ഞു പോലത്തെ ഇഡ്ഡലി. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അടിപൊളി ഇഡ്ഡലി ആയിട്ട്. അതുണ്ടോ, നല്ല സോഫ്റ്റ്
കണ്ടോ, പഞ്ഞി പോലെ ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം നല്ല ഇഡ്ഡലി, നല്ല സാമ്പാറും, നല്ല കട്ടൻ ചായ. എല്ലാവരും കഴിച്ചോട്ടോ, ഞാൻ കഴിക്കുന്നത് 10:30 കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇടണേ. ബായ്.